നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേൻ. പഠനകാലത്തിലെ അവധിക്കാലങ്ങളിലെ ഏറ്റവും അനുഗ്രഹീത ദിവസങ്ങളായി കരുതിയിരുന്നത് മാതാവിന്റെ വണക്കമാസ ദിവസങ്ങളായിരുന്നു. സ്വന്തം ബന്ധങ്ങളുടെ ഭവനങ്ങളിലെല്ലാം പോകുമ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ സമാപനത്തിൽ വണക്കമാസത്തിന്റെ പ്രതിഷ്ഠാ ജപമെല്ലാം കഴിഞ്ഞ് പ്രായമായവരും കുഞ്ഞുങ്ങളും എല്ലാവരും ഈ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷ പ്രതീതിയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അന്ന് പരിചയപ്പെടാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ തങ്ങളുടെ മക്കളെ സമർപ്പിച്ചാൽ അവർ സുരക്ഷിതരാണെന്നുള്ള വലിയ ബോധ്യം അന്ന് മുതിർന്ന മാതാപിതാക്കൾ ഞങ്ങൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതേ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വലിയ ചിന്തകളാണ് പരിശുദ്ധമ്മ എപ്പോഴും നൽകുന്നത്. വിശ്വാസത്തിൽ അടിയുറച്ച പരിശുദ്ധമ്മയുടെ ജീവിതമാണ് സമ്പൂർണ്ണ സമർപ്പണത്തിന് കാരണമായത്. തന്റെ ജീവിതത്തിൽ എന്തു വന്നാലും ദൈവമറിയാതെ ഒന്നും ഭവിക്കുകയില്ല എന്നുള്ള വലിയ ബോധ്യം പരിശുദ്ധ അമ്മ അന്ന് കാണിച്ചു വച്ചിട്ടുണ്ട്. ഈ ഒരു വണക്കമാസത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ അഭ്യസിക്കുന്ന ജീവിതങ്ങളായി മാറുമ്പോൾ ഈ വിശ്വാസവും ഈ സമ്പൂർണ്ണ സമർപ്പണവും പ്രത്യാശയും നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും ശക്തി പകരട്ടെ. അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയുന്ന വലിയൊരു പ്രാർത്ഥന അനുഭവം ഇതുതന്നെയാണ്. ഈ വണക്കമാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കാൻ, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാനുള്ള നല്ല ജീവിതങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെല്ലാം ശക്തിപ്പെടുത്തുകയും ആശ്രയബോധത്തിൽ അനുദിനം വളർത്തുകയും അവിടത്തെ കുരിശിൻ ചൂട് വരെ യാത്ര ചെയ്യാനുള്ള കൃപയിൽ നമ്മെ വളർത്തട്ടെ. ആമീൻ.